റിസബാബ. ശബ്ദം കൊണ്ട് മാത്രം ഏതൊരു മലയാളിക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചലച്ചിത്ര നടൻ. പ്രശസ്ത സിനിമ സീരിയൽ നടനായിരുന്ന ആ ശബ്ദവിസ്മയം തൻ്റെ 61ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി സ്റ്റാർ ജംഗ്ഷനിൽ കൂതാരിപ്പറമ്പിൽ പരേതരായ കെ ഇ അഹമ്മദ് ഇസ്മയിലിൻ്റെയും സൈനബയുടെയും മകനായിരുന്നു റിസബാബ. നാടക നടൻ, സീരിയൽ താരം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിൽ തിളങ്ങിയ അദ്ദേഹം 150ഓളം മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചു. 1980-ൽ ഡോക്ടർ പശുപതി എന്ന മലയാള ചലച്ചിത്രത്തിൽ നായകനായാണ് റിസബാബ മലയാള സിനിമയിൽ എത്തുന്നത്. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ ജോൺ ഹോനായി എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ റിസബാബ പിന്നീട് തുടർച്ചയായി വില്ലൻ വേഷങ്ങൾ അണിഞ്ഞു. സുന്ദരിക്കാക്ക, ഭൂമിക, ആനവാൽ മോതിരം, ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, അതിരഥൻ, സൂര്യമാനസം, കളരി, മലപ്പുറം ഹാജി മഹാനായ ജോജി, അനിയൻ ബാബ ചേട്ടൻ ബാബ, ഉദ്യാനപാലകൻ, ഭൂതക്കണ്ണാടി, കഥാനായകൻ, ഓർമ്മച്ചപ്പ്, നിറം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, വർണ്ണക്കാഴ്ചകൾ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത റിസബാബ മമ്മൂട്ടി നായകനായ 1 എന്ന ചലച്ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. ഏറ്റവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള 2011 സംസ്ഥാന അവാർഡ് നേടിയത് റിസബാബയാണ്. കർമ്മയോഗി എന്ന മലയാള ചലച്ചിത്രത്തിൽ തലൈവാസന് നൽകിയ ശബ്ദമാണ് റിസബാബയെ ഈ അവാർഡിന് അർഹനാക്കിയത്. പ്രണയം എന്ന മോഹൻലാൽ ചലച്ചിത്രത്തിൽ അനുപം ഖേറിന് ശബ്ദം നൽകിയതും റിസബാബയാണ്. സിനിമാശാലകളിൽ നടുക്കമുണ്ടാക്കിയ സുന്ദര വില്ലനാകുന്നതിനു മുമ്പ് നാടകവേദികളിൽ സജീവമായിരുന്നു റിസബാബ. പിരപ്പൻകോട് മുരളി തിരക്കഥ എഴുതി PK വേണുക്കുട്ടൻ നായർ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന നാടകത്തിൽ 250-ലധികം വേദികളിൽ സ്വാതി തിരുനാളിൻ്റെ വേഷത്തിൽ തിളങ്ങിയത് റിസബാബയായിരുന്നു. മലയാളിയുടെ സ്വീകരണ മുറിയിലെ പരിചിത ശബ്ദം ഇനി ഓർമ്മ മാത്രമായി അവശേഷിക്കും. മുഖമില്ലെങ്കിൽ പോലും ശബ്ദം കൊണ്ട് മലയാളികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന അനുഗ്രഹീത കലാകാരൻ ഓർമ്മകളിൽ ഇനിയും ജീവിക്കും. റിസബാബ എന്ന നടന വൈഭവത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പ്രണാമം.